ഹലോ ഗായ്സ്, ഞാനാണ് നിങ്ങളുടെ സ്വന്തം നാസ്കോ ഗെയിമിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എഡബ്ല്യൂത്തിന് എങ്ങനെയാണ് കളിക്കുന്നത്, എഡബ്ല്യൂത്തിന് ടിപ്സ് ആൻഡ് ട്രിക്സ്. നമ്മളെ കുറച്ച് ഫോളോവേഴ്സ് വന്ന് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് എഡബ്ല്യൂത്തിന് ഇത്ര കളിക്കുന്നത്, നല്ലോണം കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ സെറ്റിങ്സ്. എൻ്റെ സെറ്റിങ്സ് ഓൾറെഡി ചെയ്ത് വെച്ചേക്കാം. സെറ്റിങ്സ് എടുക്കുക, എന്നിട്ട് സ്കോപ്പ് വേണോ വിത്തൗട്ട് സ്കോപ്പ് വേണോ അത് നമ്മൾ ആലോചിച്ച് കളിക്കുക. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്തെന്ന് പറഞ്ഞാൽ നടുക്കത്തെ പെറ്റിൻ്റെ ഐക്കണൊന്ന് വലുതാക്കണോ ചെറുതാക്കണോ ആ സൈസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം കളിക്കാൻ. അപ്പോൾ തേർഡ് സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയിട്ട് ലെഫ്റ്റ് ഫയർ ബട്ടൺ ഓൾവേസ് ആക്കണം. ഓൾവേസ് ആക്കിയിട്ട് വേണം കളിക്കാൻ. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് ഓണാക്കിയിട്ട് നമ്മൾ മൂവ്മെൻറ്റ് ഇട്ട് കളിക്കാൻ നോക്കിയാൽ നടക്കത്തില്ല. കാരണം ലെഫ്റ്റ് ഫയർ ബട്ടൺ മൂവ്മെൻറ്റ് ഇല്ല, അത് സ്കില്ലാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ നമ്മുടെ മൂവ്മെൻറ്റ് വരണമെങ്കിൽ ഒന്നെങ്കിൽ ടച്ച് അനക്കണം, ടച്ച് അനക്കിയിട്ട് വേണം കളിക്കാൻ. മൂവ്മെൻറ്റ് വരണമെങ്കിൽ മറ്റേ ഫയർ ബട്ടൺ തന്നെ ഓൺ ആക്കണം. കാരണം മൂവ്മെൻറ്റ് ഇരിക്കുന്നത് ഈ ഒരു ഫയർ ബട്ടണിലാണ്. ആ ഫയർ ബട്ടൺ ഓൺ ആക്കിയാൽ നമുക്ക് മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഗണ്ണ് സ്വിച്ച് ചെയ്യുമ്പോൾ ആ സ്ലോട്ട് അല്ലെങ്കിൽ ഗണ്ണ് സ്വിച്ച് ചെയ്യുന്ന ഐക്കൺ ഓൺ ആക്കിയിട്ടാണ് കളിക്കാൻ. പിന്നെ ഈ സ്ലോട്ട് കുറച്ച്, ഞാൻ സ്ലോട്ടിൽ കളിക്കുന്നത്, സ്ലോട്ട് കുറച്ച് വലുതാക്കിയിട്ട് വേണം കളിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ കളിക്കുന്ന ഇടയിൽ തന്നെ നമ്മളെ എനിമി ഒന്ന് കൊല്ലുകയും ചെയ്യും, നമുക്ക് കളിയെടുക്കാൻ പറ്റുകയും ചെയ്യില്ല. അപ്പോൾ ആ സ്വിച്ച് അല്ലെങ്കിൽ ആ സ്ലോട്ട് ഒന്ന് വലുതാക്കിയിട്ട് വേണം കളിക്കാൻ. അപ്പോൾ നാലാമത്തെ ട്രിക്ക് വേണ്ടി നിങ്ങൾ മാക്സിമം എല്ലാം ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഇവിടെ വീഡിയോനെ. അപ്പോൾ നാലാമത്തെ ട്രിക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഈ B2K അജു ബോയ് അവരൊക്കെ കളിക്കുന്ന പോലെ AW സ്നൈപ്പേഴ്സിലേക്ക് വെച്ച് സ്കോപ്പ് ചെയ്ത് കളിക്കുന്നതാണല്ലേ, അതേപോലെ കളിക്കണമെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ സ്കോപ്പ് കൊണ്ടുവരണം. മൊബൈൽ പേഴ്സിന് വേണ്ടിയാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വേണം നമ്മൾ സ്കോപ്പ് കൊണ്ടുവരാൻ. എന്നിട്ട് എങ്ങനെ സ്വിച്ച് ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം സ്കോപ്പ് നിൽക്കുക, പിന്നെ ഗണ്ണ് സ്വിച്ച് ചെയ്തിട്ട് വേണം ഫയർ ചെയ്യാൻ. എന്നിട്ട് പിന്നെയും സ്കോപ്പ് നിൽക്കുക, AW എടുക്കുക, വെടി വെക്കുക. അത്രേ ഉള്ളൂ. അത് ഈ കുറച്ച് സ്പീഡാകണമെങ്കിൽ അത് സ്പീഡാണെങ്കിൽ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നല്ലേ പറയാറുള്ളൂ. അപ്പോൾ അതേപോലെ വേണം നമ്മൾ കളിക്കാൻ. അന്ന് നമുക്ക് AWത്തിന് പ്രോ ആകാൻ പറ്റും. പിന്നെ ഈ വീഡിയോ ചെയ്തേക്കുന്നത് മൊബൈൽ ലെജൻസ് മൊബൈൽ ലെജൻസിനിടെ നമ്മൾ വീഡിയോ ക്രിയേറ്റ് ആക്കി. അപ്പോൾ ഇത്രയുള്ള ഗൈസ് നമ്മുടെ AWത്തിന്റെ ടിപ്സ് ആൻഡ് ട്രിക്സ്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ റീലൊക്കെ ഒന്ന് ഷെയർ ആക്കി സപ്പോർട്ട് ചെയ്യണം മാക്സിമം.